ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ എറണാകുളം ട്രിപ്പിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ട്രെയിൻ യാത്ര മുതൽ ചോറ്റാനിക്കര ക്ഷേത്രം വരെ എല്ലാം ഈ വ്ലോഗിൽ കാണാം. രാവിലെ ട്രെയിൻ യാത്ര തുടങ്ങി. യാത്ര വളരെ സുഖകരമായിരുന്നു. എറണാകുളം എത്താൻ ഞങ്ങൾ വളരെ എക്സൈറ്റഡുമായിരുന്നു. എറണാകുളം എത്തിയ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. യാത്രയുടെ ക്ഷീണം മാറാൻ ഇത് നല്ലതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിരുന്നത്. പിന്നെ മെട്രോയിൽ കയറി ലുലു മാളിലോട്ട് പോയി. ഞാൻ മെട്രോയിൽ നേരത്തെ ബാംഗ്ലൂരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലുള്ള കുറേ പേര് അമ്മയൊക്കെ മെട്രോയിൽ ആദ്യമായിട്ടായിരുന്നു കയറുന്നത്. അപ്പോൾ അമ്മയൊക്കെ മെട്രോയിൽ കയറ്റാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. മെട്രോ യാത്ര എപ്പോഴും നല്ലൊരു അനുഭവമാണ്. പിന്നെ ഞങ്ങൾ ലുലു മാളിലോട്ടാണ് എത്തിയത്. ലുലു മാളിൽ കുറച്ചധികം സമയം ചുറ്റി നടന്നു. ഷോപ്പുകൾ കണ്ട് എല്ലാം ആസ്വദിച്ചു. അവിടുത്തെ അന്തരീക്ഷം എനിക്ക് വലിയ ഇഷ്ടമായി. കുട്ടികളുമൊത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകാറുണ്ട്. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോഴത്തേക്ക് കുട്ടികളുമായിട്ട് എറണാകുളത്തൊന്ന് പോകാമെന്ന് കരുതി എറണാകുളത്ത് പോയി അവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്. ഞങ്ങൾ എറണാകുളത്ത് ഇതുവരെ യാത്ര പോയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് എറണാകുളത്ത് പോകുന്നത്. എറണാകുളം ചെന്ന ഫസ്റ്റ് ഡേയിൽ ഓൾമോസ്റ്റ് ഒരു ഈവനിങ് വരെ നമ്മൾ ലുലു മാളിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പുറത്ത് വെയിലോ ഒന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. അവിടെ നല്ല സേഫായിട്ട് ഇരിക്കാൻ പറ്റി. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും അവർക്ക് കാണാനുള്ളതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മാളുകളിലാകുമ്പോൾ അവർക്കും ഫ്രീ ആയിട്ട് എല്ലായിടത്തും കാണാനും സഞ്ചരിക്കാനും ഒക്കെ ഒരു ഫ്രീഡമുണ്ട്. നമുക്കും സേഫായിട്ട് അവരെ വിടാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഫണ്ടൂറയിൽ ചെന്നായിരുന്നു. പക്ഷേ ഫണ്ടൂറയിലെ പ്ലേയിലൊന്നും ഗെയിംസിലൊന്നും കയറാൻ പറ്റിയില്ല. അവർ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ ഫണ്ടൂറയിൽ. ആദ്യമായിട്ടാണ് ഫണ്ടൂറ മക്കൾ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവർക്കതൊക്കെ ഇഷ്ടമായി. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് നേരം ഇരുന്നു. ഫുഡൊക്കെ മേടിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതും ഭയങ്കര ഇഷ്ടമായിരുന്നു. പുറത്ത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് അവർക്കൊരു നല്ലൊരു എൻജോയ്മെൻറ്റും അവരുടെ ഒരു ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ്. സ്കൂളിലും വീട്ടിലുമായിട്ടല്ലേ അവരുടെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മൾ ഒരു ട്രിപ്പിനൊക്കെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. വീക്ക്ലി വൺസ് നമ്മുടെ വീട്ടിനടുത്തുള്ള എവിടെയെങ്കിലും ചെറിയൊരു പാർക്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള ബീച്ചിലോ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അവർക്ക് പിന്നെയുള്ള ഒരാഴ്ചത്തേക്ക് അവർക്ക് നല്ലൊരു ഹാപ്പി ആയിരിക്കും. മാളിൽ ചെന്നപ്പം കുറച്ച് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് അവിടെ കുറച്ച് നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്ത കൂട്ടത്തിൽ മോളും എൻ്റെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തു. ലുലു മാളിൽ നിന്നും തിരിച്ച് നമ്മൾ മെട്രോയിൽ തന്നെയാണ് തിരിച്ച് പോയത്. പിന്നെ ഫോൺ കിട്ടുമ്പോൾ മോള് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഫുഡ് എവിടെയെങ്കിലും സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കണം. പിന്നെ മറൈൻ ഡ്രൈവ് ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. അപ്പം ഫുൾ ഡേ നമ്മളിന്ന് ലുലു മാളിലും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും റൂമിൽ വന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് റെഡിയായി. പോകുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളും കടകളും ഒക്കെ കാണാനുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഈവനിങ് സ്പെൻഡ് ചെയ്തത്. പിന്നെ അവിടെ എല്ലാം പോയി നമ്മൾ അവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പിൽ നിന്നൊക്കെ ജ്യൂസ് കോഫിയൊക്കെ കുടിച്ചു. കുട്ടികൾക്ക് അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. നമുക്കും അത് തന്നെയായിരുന്നു. നൈറ്റ് വൈബ് പോലെ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ നാടല്ലല്ലോ, മറ്റൊരു നാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു യാത്ര വളരെ എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. പിന്നെ നമ്മൾ മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മഴ തുടങ്ങി. അതുകൊണ്ട് മറൈൻ ഡ്രൈവ് ഒന്നും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഷിപ്പിൻ്റെ എന്തോ ഒരു സംഭവമായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ റെഡിയായിട്ട് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി. മനസ്സിനൊരു സമാധാനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും മനസ്സിന് നല്ലൊരു സമാധാനമാണ് കിട്ടുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നെ വീണ്ടും റൂമിൽ വന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ട്രെയിനിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പം നമ്മൾ പോകാനായിട്ടുള്ള എല്ലാം ഡ്രസ്സ് ചെയ്തു, പാക്ക് ചെയ്തു. പിന്നെ നമുക്ക് ബാക്കി കാണാനുള്ള സ്ഥലത്തിലോട്ടൊക്കെ പോയി. പിന്നെ വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു, അവിടെ പോയി. വാട്ടർ മെട്രോയിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ പോയത് അവിടുത്തെ നോർമൽ മെട്രോ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെ മെട്രോ ഉണ്ട്. അവിടെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേ ഉള്ളൂ ടിക്കറ്റിനൊക്കെ. അങ്ങനെ അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പോലെ
നമുക്ക് പോകാൻ പറ്റി. പോകുന്ന വഴിക്ക് നമ്മളവിടെ ഒരു കപ്പൽ കിടക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പം കപ്പലൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇപ്പം വലിയവർ നമ്മളൊരു കുട്ടികളെ പോലെ ആവും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. അങ്ങനെ കപ്പൽ ചുറ്റിയാണ് നമ്മുടെ ആ ബോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെനിക്കിനെ ഫുൾ വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, ഇത്ര അടുത്ത് നമുക്ക് കപ്പൽ കാണാൻ പറ്റിയത്. എന്നിട്ട് നമ്മൾ മട്ടാഞ്ചേരിയിലാണ് എത്തിയത്. മട്ടാഞ്ചേരി ആണ് വാട്ടർ മെട്രോ ഉണ്ടായിരുന്നത്. അവിടെ വാട്ടർ മെട്രോയിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കി കുറേ നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. അവിടെ ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസ് നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് വെള്ളമായിട്ട് സൈഡിലൊക്കെ കുറേ സ്റ്റാർ ഫിഷ് അങ്ങനെ കുറച്ച് പുതിയ പുതിയ ഫിഷുകളെയൊക്കെ നമ്മൾ കണ്ടു. നല്ല രസമായിരുന്നു. പക്ഷേ നമുക്ക് വാട്ടർ മെട്രോയിൽ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ടൈമിങ് കുറച്ചും കൂടെ ഡിലേ ആയതുകൊണ്ട് നമ്മൾ വാട്ടർ മെട്രോയിൽ പോയില്ല. പിന്നെ നമ്മൾ ഡച്ച് പാലസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡച്ച് പാലസിനകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. ഡച്ച് പാലസൊക്കെ കണ്ടിട്ട് ഇറങ്ങി. കുട്ടികൾക്ക് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡച്ച് പാലസ് കണ്ട് കുറച്ച് നേരം അവിടെ കുറച്ച് തണലും മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മൾ വീണ്ടും ആ നോർമൽ ട്രാൻസ്പോർട്ടേഷനായിട്ടുള്ള ആ ഒരു മെട്രോ അല്ല, അതിൽ ബോട്ടിൽ നമ്മൾ പോയിട്ട് തിരിച്ച് നമ്മൾ വന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കഴിച്ചു. ഇനി നമുക്ക് പോകാനുള്ള സമയമായി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും അയക്കണേ. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ഒരു പ്രചോദനമായിട്ട് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ എറണാകുളം ട്രിപ്പ് അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.